ചൈന, റഷ്യ എന്നീ സ്ഥിരാംഗങ്ങളെ കൂടാതെ അൾജീരിയയാണ് എതിർത്ത് വോട്ട് ചെയ്തത്. US, ബ്രിട്ടൻ, ഫ്രാൻസ്, എക്വഡോർ, ജപ്പാൻ, മാൾട്ട, മൊസാംബിക്, ദക്ഷിണ കൊറിയ, സിയറ ലിയോൺ, സ്ലോവീനിയ, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് അനുകൂലിച്ച് വോട്ട് ചെയ്ത രാജ്യങ്ങൾ. ഉടനടി വെടിനിർത്തുന്നതിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കിയ റഷ്യയുടെ യുഎന്നിലെ പ്രതിനിധി വാസിലി നെബൻസിയ പ്രമേയത്തിലെ ഭാഷ രാഷ്ട്രീയവൽക്കരിച്ചതും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കുറ്റപ്പെടുത്തി. റഫേൽ സൈനിക നടപടിക്ക് ഇസ്രായേലിന് പച്ചക്കൊടി കാട്ടുന്ന കപടമായ പ്രമേയമാണ് US അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഉടൻ വെടിനിർത്തലിന് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാത്ത ഒന്നിലും മോസ്കോ തൃപ്തരാകില്ലെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി UN അംബാസിഡർ ദിമിത്രി പോളിയാൻസ്കി പറഞ്ഞു. ഗസയിൽ അടിയന്തര വെടിനിർത്തലും ബന്ദിമോചനവും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തത് നിർഭാഗ്യകരമെന്നാണ് അമേരിക്ക പറയുന്നത്.